നാട്ടുകാരെല്ലാം ഹുവാങ്ങിന്റെ കടയിലേക്ക് ഓടി. ആ പ്രദേശത്തുകാർ ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സാധുള്ള മുട്ട. എല്ലാവരും നല്ലവണ്ണം കഴിച്ചു. 2 ദിവസം കഴിഞ്ഞു. മുട്ട കഴിച്ചവരെല്ലാം സമീപത്തെ സർക്കാർ ആശുപത്രിയിൽ ക്യൂ നിൽക്കുന്നു. എല്ലാവർക്കും വയറ്റിൽ പ്രശ്നം. ഹുവാങ്ങിന്റെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്ന് എല്ലാവരും പറഞ്ഞു. ഹുവാങ്ങിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് അന്വേഷണം മുട്ടയിലേക്കായി. മുട്ട രാസപരിശോധനയ്ക്ക് അയച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഹുവാങ്ങിന്റെ കടയിലെ മുട്ടയിട്ടത് കോഴിയല്ല എന്ന്. അന്വേഷണം പുരോഗമിച്ചു. ഒടുവിൽ സത്യം പുറത്തു വന്നു. ചൈനക്കാർ അതും ചെയ്തിരിക്കുന്നു. കോഴിയില്ലാതെ കാൽസ്യം കാർബണേറ്റ്, സ്റ്റാർക്ക്, റെസിൻ, ജെലാറ്റിൻ, അലം, കുറച്ച് രാസവസ്തുക്കളും പിന്നെ മുട്ടയുടെ ആകൃതിയിലുള്ള 2 അച്ചുകളും മാത്രം ഉപയോഗിച്ച് മുട്ട നിർമ്മിച്ചിരിക്കുന്നു. ചൈനക്കാർ ആരാ മക്കൾ? കൃത്രിമ മുട്ടകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കുന്നതിനായി സ്കൂളുകളും അവർ സ്ഥാപിച്ചു. ഇനി സാധാരണ മുട്ടയും കൃത്രിമമായി നിർമ്മിച്ച മുട്ടയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. സംശയമുണ്ടെങ്കിൽ നോക്കിക്കോ. പേടിക്കണ്ട, ഇത് തിരിച്ചറിയാൻ ഒരു വഴിയുണ്ട്. ഓംലെറ്റ് അടിച്ചു കഴിയുമ്പോൾ അരികിലായി കുമിളകൾ കാണുന്നുണ്ടെങ്കിൽ അത് രാസവസ്തു ഉപയോഗിച്ചുള്ള മുട്ടയാണെന്ന് ഉറപ്പിക്കാം. അല്ലെങ്കിൽ ധൈര്യത്തോടെ കഴിക്കാം. ഇന്ത്യൻ തട്ടുകടകളിൽ വിറ്റ് പരീക്ഷണം നടത്താതെ ചൈനക്കാർ സ്വയം ഭക്ഷിച്ച് മുട്ട പരീക്ഷണം നടത്തിയല്ലോ എന്നോർത്ത് നമുക്ക് സമാധാനിക്കാം. ന്യൂസ് ഡെസ്ക്, ജീവൻ. കാൽനൂറ്റാണ്ടിന് ശേഷം